അതിൻ്റെ ഒരു അപകടം പറഞ്ഞു തരാം. ഇതുവരെ ഒരാളും പറയാത്തൊരു അപകടവും. ഈ ആമയുടെ മുട്ടയിടുന്ന എന്തോ ഒരു റിസർച്ച് സെന്ററോ മുട്ട വിരിക്കുന്ന മെഷീനോ അങ്ങനൊന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഈ ആമ കടലിൽ നിന്ന് കയറി വരും, വന്ന് കടപ്പുറത്ത് കുഴി കുഴി, അതിൽ മുട്ടയിടും, അത് മൂടി വയ്ക്കും. അത് വിരിഞ്ഞു കഴിയുമ്പോൾ ഈ ആമ വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം കൂടി കടലിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പൊ ഈ ഭാഗത്ത് കൂടി നടക്കാൻ പാടില്ല. നമ്മൾ അതിന്റെ പുറത്തോട് കയറി നടന്നാൽ മണ്ണിനടിയിൽ മുട്ട പൊട്ടിപ്പോകും. ഏതാ മണ്ണ് അത് ചെറുതായിട്ട് കുഴിയെടുക്കും, ഇത്രയും കുഴിയെ കാണത്തുള്ളൂ താഴോട്ട്. അതിനകത്ത് മുടിയിട്ട് മുട്ടയിട്ടിട്ട് അത് തന്നെ മൂടും തിരിച്ച്. അപ്പൊ വിളയിൽ കിടക്കുന്ന മണ്ണാണ്, ചവിട്ടിയ മുട്ടയെല്ലാം പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി വംശനാശം നേരിടുന്ന കടലാമയെ രക്ഷിക്കാൻ വേണ്ടി പദ്ധതി ഗുജറാത്ത് മുതൽ തീരദേശത്തെന്നാണ് പറഞ്ഞത്. ഇത് മുട്ടയിടുന്ന തീരദേശങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പൊ എന്താ സംഭവിക്കാൻ വന്ന ടൈഗർ സാങ്ച്വറി പോലെയാവും. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്ത് താമസിക്കുന്നവർക്കും സ്വന്തം വീട്ടുമുറ്റത്തുള്ള കടപ്പുറത്ത് ഇറങ്ങിയാൽ പോലീസ് പിടിച്ച് ജയിലിലിടുന്ന ഒരു നിയമത്തിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. അല്ലാതെ മുട്ടയിടുന്ന ഫാക്ടറി ഉണ്ടാക്കുന്നല്ല. ഇത് കരയിൽ എവിടെയാ മുട്ടയിടുന്ന ആർക്കും പറയാനൊക്കില്ല. അത് കയറുമ്പോൾ ഒരു മേഖല അറിയും, ഇന്ന മേഖലയിൽ മുട്ടയിടുന്ന സ്ഥലമാണ്, അത് മൊത്തം ഒന്ന് തടയും. അവിടെ മനുഷ്യന് കയറാൻ പാടില്ല. നമ്മളങ്ങോട്ട് അവർ വേലി കിട്ടുകയോ അല്ലെങ്കിൽ അവർ കേസെടുക്കുകയോ ചെയ്യും. കാരണം വനത്തിനകത്ത് കയറാൻ പറ്റുമോ? ടൈഗർ സാങ്ച്വറി എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കാൻ പറ്റുമോ? അവിടെ പിന്നെ രാത്രികാലങ്ങൾ പകലോ രാത്രിയോ മനുഷ്യന് കയറി നടക്കാൻ പറ്റുമോ? അപ്പോഴേ പോലീസ് ഫോറസ്റ്റുകാർ പിടിച്ചോണ്ടു എന്ന് പറയുന്നത് പോലെ ഈ തീരദേശത്തും മനുഷ്യന് ജീവിക്കാൻ വള്ളത്തിൽ പോകാൻ പറ്റത്തില്ല. ഇപ്പം വള്ളം എവിടെയും കയറ്റാൻ പറ്റും. തീരദേശമുള്ള എവിടെയും മത്സ്യത്തൊഴിലാളി വള്ളം ഇങ്ങനെ കയറ്റാം, തുടങ്ങി വന്നാൽ മതി. അവർക്കറിയാം പാറയില്ലാത്ത സ്ഥലം നോക്കി അവർക്ക് പോരും. അങ്ങനെ ഇനി അത് പറ്റില്ല. ഈ പറയുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം. ആ സ്ഥലത്തേക്ക് പിന്നെ തീരദേശത്തുള്ള സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രവേശനമില്ല, ടൂറിസ്റ്റുകൾക്കും പ്രവേശനമില്ല. കാരണം നമ്മൾ ചവിട്ടി പൊട്ടിച്ചാലും മുട്ട. ഇത് അപകടം, അടുത്ത അപകടം നമ്മുടെ മുമ്പിൽ വരികയാണ്. പിന്നെന്താ അടുത്ത അപകടം? ബഡ്ജറ്റ്, ഇപ്പൊ കേന്ദ്ര ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ട്